എല്ലാവർക്കും നമസ്കാരം. 10th പ്രീലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 2, 3, 4 മാത്രം. നമുക്ക് ശരിയായ പ്രസ്താവനകൾ വായിച്ചു നോക്കാം. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. മൂന്നാമത്തേത്, അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. 4, കണ്ണാടി പ്രതിഷ്ഠ നടത്തി. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്: അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ എന്നത് അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠസ്വാമികളാണ് നടത്തിയത്. രണ്ടാമത്തെ ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി 2, 3 മാത്രം. നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുറിച്യ കലാപം നടന്നത് 1812-ലാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. കുറിച്യ കലാപം നടന്നത് 1812-ലാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇവ രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. ചോദ്യം 3, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻകാങ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻകാങ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ചോദ്യം 4, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1, 2, 4 മാത്രം. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 2, 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 4, 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ലാഹോർ സമ്മേളനം. ഒന്നുകൂടി നോക്കാം. 1885 INC സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ചോദ്യം 5, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി 1, 4 മാത്രം. ഏതൊക്കെയാണ് അവയെന്ന് നോക്കാം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഒന്നുകൂടി നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടി 16ാം ഉച്ചകോടിയായിരുന്നു. അത് കസാനിൽ വെച്ചാണ് നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ചോദ്യം 6, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം മാത്രം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 3. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ചോദ്യം 7. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അൽ അമീൻ പത്രവുമായി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം. 1ഉം 2ഉം 3ഉം മാത്രം. ഒന്നാമത്തേത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അൽ അമീൻ പത്രം ആരംഭിച്ചത്. 2. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. 3. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റായ ജോഡി. ശരിയായ ജോഡികൾ നമുക്ക് വായിച്ചു നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. കേരളജ്യോതി പുരസ്കാരം MK സാനു. ഇത് 2024 അവാർഡുകളാണ് ചോദിച്ചിരിക്കുന്നത്. 2025 അപ്ഡേറ്റഡ് വേർഷൻ നമ്മൾ പുതുതായിട്ട് ചെയ്യുന്നതായിരിക്കും. ചോദ്യം 9. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ഉത്തരം ഓപ്ഷൻ എ 2, 3, 4, 1. 2, 3, 4, 1. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തേത് മലബാർ കലാപം. 3. ക്ഷേത്രപ്രവേശന വിളംബരം. 4. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. 1. അതിർത്തി ഗാന്ധിയുടെ മരണം. ഒന്നുകൂടെ വായിക്കാം. മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിനുശേഷം അതിർത്തി ഗാന്ധിയുടെ മരണം. ചോദ്യം 10. കൊച്ചി മെട്രോയുമായി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം മാത്രമാണ്. 1ഉം 2ഉം 3ഉം മാത്രമാണ്. ശരിയായത് നമുക്ക് വായിച്ചു നോക്കാം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. മൂന്നാമത്തേത് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഒന്നുകൂടി നോക്കാം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 11ാമത്തെ ചോദ്യം. കിബുള്ളംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കിബുള്ളംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ ആണ്. കിബുള്ളംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ. ചോദ്യം 12. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഏർബൻ ബേസ്ഡ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഏർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. ഉത്തരം ഓപ്ഷൻ എ അഹമ്മദാബാദ്. ചോദ്യം 13. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ഉത്തരം ഓപ്ഷൻ ഡി ഖാരിഫ്. ഉത്തരം ഓപ്ഷൻ ഡി ഖാരിഫാണ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ചോദ്യം 14. അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്യൽ പർവ്വതം
അവയ്ക്ക് ഉദാഹരണമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. അവശിഷ്ട പർവ്വതങ്ങൾക്ക് അല്ലെങ്കിൽ റെസിഡ്യൽ പർവ്വതത്തിന് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആരവല്ലി. ആരവല്ലിയാണ് അവശിഷ്ട പർവ്വതങ്ങൾക്ക് അല്ലെങ്കിൽ റെസിഡ്യൽ പർവ്വതത്തിൻ്റെ ഉദാഹരണം. ചോദ്യം 15. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും കാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും കാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ ആണ് ക്രിസ്റ്റലൈൻ കായാന്തിക ശിലകളിൽ നിന്നും കാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. ചോദ്യം 16. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. ചോദ്യം 17. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഓപ്ഷൻ ഡി ആന്ത്രാസൈറ്റ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രാസൈറ്റ്. ചോദ്യം 18. മേൽക്കൂര മഴവെള്ള സംഭരണ ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാടാണ്. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ചോദ്യം 19. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ഓപ്ഷൻ എ മിൽപ്പ എന്ന പേരിലാണ് മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്. ചോദ്യം 20. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഉത്തരം ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാൻ നമുക്ക്? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ചോദ്യം 21. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937. ഉത്തരം ഓപ്ഷൻ എ 1937. ചോദ്യം 22. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ചോദ്യം 22. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം. ചോദ്യം 23. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി. ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെന്ന് നമുക്ക് നോക്കാം. ദൈവദശകം, നവമഞ്ജരി, ദർശനമാല. ദൈവദശകം, നവമഞ്ജരി, ദർശനമാല ഇവ മൂന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ചോദ്യം 24. ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. ചോദ്യം 25.
ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരൻ. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ. ഉത്തരം ഓപ്ഷൻ സി, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ. ബാക്കി ഇവിടെ തന്നിരിക്കുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MD വാസുദേവൻ നായർ, ONV കുറുപ്പ് എന്നീ മലയാള സാഹിത്യകാർക്കെല്ലാം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്നവരിൽ ജ്ഞാനപീഠ പുരസ്കാരം മലയാള സാഹിത്യത്തിൽ ലഭിക്കാത്തത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ്. ചോദ്യം 26. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരിയായ ഉത്തരങ്ങൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. രാധാകൃഷ്ണ മിഷൻ, 3 കോത്താരി മിഷൻ. രാധാകൃഷ്ണ മിഷനും കോത്താരി മിഷനുമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ. ചോദ്യം 27. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ബംഗാൾ. ബംഗാളിലാണ് തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത്. ചോദ്യം 28. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ചോദ്യം 29. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ട്രാൻകീബാർ. ട്രാൻകീബാറിൽ ആണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ട്രാൻകീബാറിലാണ് ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ചോദ്യം 30. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. താഴെ നൽകിയിട്ടുള്ളതിൽ തെറ്റായത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, കുറിച്യ കലാപം 1810. അതാണ് തെറ്റായ ഉത്തരം. കുറിച്യ കലാപം നമുക്കറിയാം 1812 കുറിച്യ കലാപം നടന്നിട്ടുള്ളത്. ബാക്കി ശരിയായ ഉത്തരങ്ങൾ കൂടി നോക്കാം. കുണ്ടറ വിളംബരം 1809, കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721. കുറിച്യ കലാപം നടന്നത് 1812. ചോദ്യം 31. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉമാണ്. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ് ശരിയായവ? 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ചുമതലകളെക്കുറിച്ചിട്ട് പരാമർശം ഇല്ലായിരുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. ഇവ രണ്ടുമാണ് ഇവിടെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ. 32ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഇന്ത്യയിലെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ് ശരിയായത്. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് ശരിയായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ദേശീയ ഗാനം നമുക്കറിയാം ജനഗണമനയാണ്. അതെഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ദേശീയ ഗീതം വന്ദേമാതരമാണ്. അതെഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമാണ്. രണ്ടിനും തുല്യ പ്രാധാന്യമാണ്
തുല്യ പ്രാധാന്യവും തുല്യ പദവിയുമാണ് ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും ഉള്ളത്. ചോദ്യം 33. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3. ഇവ 1ഉം 4ഉമാണ് ശരിയായ ഉത്തരങ്ങൾ. ഒന്നാമത്തെ ഏതാണെന്ന് നോക്കാം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്സ് പ്രകാരമാണ് നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. രണ്ടാമത്തേത്, ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ ആണ്. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. ചോദ്യം 34. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. 2024 ചോദിച്ചിരിക്കുന്നത്. കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ഉത്തരം ഓപ്ഷൻ സി എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ്. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ചോദ്യം 35. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത്? ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രമാണ് പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവരജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ഇവ 3ഉമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 4മത്തേതാണ് ഉൾപ്പെടാത്ത പ്രസ്താവന. ചോദ്യം 36. 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? കസാൻ റഷ്യയിലാണ് നടന്നത്. 37മത്തെ ചോദ്യം. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി 1, 3, 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. നമുക്ക് നോക്കാം. 1812 കുറിച്യ ലഹള ഉണ്ടായത്. 3മത്തേത്, പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. 4മത്തേത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. കുറിച്യ കലാപം നടന്നത് 1812 അതിൻ്റെ പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടത്തിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയായിരുന്നു കുറിച്യ ലഹള. ചോദ്യം 38. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഓപ്ഷൻ സി കേരളീയ സുഗുണബോധിനിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണബോധിനിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. ചോദ്യം 39. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3ഉമാണ് ശരിയായ ഉത്തരങ്ങൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘതർ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവയാണ് വായിക്കുന്നത്. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലായിരുന്നു. മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. 2005 ഒക്ടോബർ 12 വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്.